പ്രിയപ്പെട്ടവരെ, കേരളം വിധി എഴുതാൻ ഇനി 15 നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ദിവസം കൂടിയായിരുന്നു. പലയിടങ്ങളിലും വലിയ പ്രതിസന്ധികളൊക്കെ കാണുന്നത് നമ്മൾ കണ്ടതാണ്. പലരുടെയും പത്രികകളൊക്കെ മാറ്റിവെക്കുകയും വീണ്ടും പരിശോധന നടത്തി ഒടുവിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത് കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിന്റെ പത്രികയിലടക്കം വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. അതിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് LDF പറയുന്നത്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രികാ സമർപ്പണം നമ്മൾ കണ്ടതാണ്. അതിലും വലിയ ആക്ഷേപങ്ങൾ വരുന്നു. അതിലും നിയമ നടപടി സ്വീകരിക്കുകയായി മുന്നോട്ട് പോവുകയാണ് LDF എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ഇപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് ഇനി നാളെ പത്രിക പിൻവലിക്കാനുള്ള ദിവസമാണ്. അന്നേരം നാളെ ഏകദേശം ഒരു ക്ലിയർ പിക്ചർ നമ്മുടെ മുൻപിലേക്ക് എത്തും. എത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്നതിനെക്കുറിച്ച് ഈ ചിലയിടങ്ങളിലൊക്കെ വന്നിരിക്കുന്ന വിമതന്മാരടക്കം പിന്മാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ വൈകുന്നേരത്തോടു കൂടി നമുക്കറിയാൻ കഴിയും. ഏതായാലും ഇന്നത്തെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഷീജ, ഏതായാലും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയടക്കം കഴിഞ്ഞ് വലിയ ആവേശത്തിലേക്ക്, പ്രചരണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് ഏറുമ്പോൾ, ഈ ആദ്യഘട്ടം പിന്നിടുമ്പോൾ വിവിധ ക്യാമ്പുകളിൽ 3 മുന്നണികളുടെയും ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ എന്താണ് ഷീജ? അവരുടെ വിലയിരുത്തലുകൾ എങ്ങനെയാണ്? തീർച്ചയായും മനു, തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഈ ഒരു ആദ്യ ഘട്ടം പിന്നിടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആർക്കാണ് മേൽക്കൈ എന്ന് നോക്കുകയാണെങ്കിൽ അത് LDF-നാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന്റെ അതേ ദിവസം തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളത് കൃത്യമായ രീതിയിൽ പ്രഖ്യാപിക്കുന്നു LDF. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവും സംസ്ഥാനത്ത് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് പ്രചരണം കൃത്യമായ രീതിയിൽ തന്നെ, ചിട്ടയായ രീതിയിൽ മണ്ഡലം കൺവെൻഷനുകൾ, അങ്ങനെ മണ്ഡലം പര്യടനം, അത് ആ രീതിയിൽ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും മറ്റു പ്രധാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പ്രചരണ രംഗത്തേക്ക് ഇതിനകം തന്നെ സജീവമായി കഴിഞ്ഞിട്ടുമുണ്ട്. ഇത് വലിയ തോതിലുള്ളൊരു മേൽക്കൈ തന്നെയാണ് LDF-ന് നൽകുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. UDF-ന്റെ സാഹചര്യം പരിശോധിക്കുമ്പോൾ UDF ക്യാമ്പ് ഇപ്പോഴും പൂർണ്ണമായും പ്രശ്നങ്ങളിൽ നിന്നും മുക്തമായിട്ടില്ല. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, പ്രചരണം ആരംഭിച്ചു എങ്കിൽ പോലും ഇപ്പോഴും പലയിടങ്ങളിലും സ്ഥാനാർത്ഥി കുപ്പായം തച്ച് നിന്നവർക്ക് അവർക്ക് സ്ഥാനാർത്ഥിയാകാൻ സാധിക്കാത്തതിലുള്ള അതൃപ്തി, അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും പുകയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. NDA ക്യാമ്പിലേക്ക് എത്തുമ്പോൾ NDA ക്യാമ്പിലും അസ്വാരസ്യങ്ങൾ ആ രീതിയിൽ തന്നെ തുടരുന്നു. പ്രത്യേകിച്ചും ഘടകകക്ഷികൾക്കടക്കം വലിയ തോതിലുള്ള അസ്വാരസ്യം NDA-യുടെ കാര്യത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും LDF മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 10 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിന് എന്തുകൊണ്ട് തുടർച്ച ഉണ്ടാകണം എന്നുള്ള കാര്യം ജനങ്ങളോട് സംസാരിച്ച് മുന്നോട്ട് പോകുക, അതാണ് LDF-ന്റെ പ്രചരണ വിഷയം എന്ന് പറയുന്നത്. ആ രീതിയിൽ ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യം, LDF വികസനം മാത്രം പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം മാറിയത് എങ്ങനെയെന്ന് കണക്കുകളും ഉദാഹരണങ്ങളും സഹിതം മുഖ്യമന്ത്രിയും നേതാക്കളും വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് അതിന് ചെക്ക് വയ്ക്കാൻ ശ്രമിക്കുന്നത് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം എടുക്കുകയാണെങ്കിൽ വലിയ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ്. മാധ്യമങ്ങൾ അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ വിവാദങ്ങളും വികസനവും ഏറ്റുമുട്ടുമ്പോൾ എന്താണ് നടക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണല്ലോ. തീർച്ചയായും മനു, കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും അത് ഈ ഇടതുപക്ഷം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കണക്കുകൾ സഹിതം നിരത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് കണക്കുകൾക്കപ്പുറത്തേക്ക് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. കാരണം സംസ്ഥാനത്തെ വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ജനങ്ങളാണ്. ക്ഷേമ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ജനങ്ങളാണ്. അപ്പോൾ അത് നേരിട്ട് മനസ്സിലാക്കുന്നവർ ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് LDF പറയുന്നത്. മറുഭാഗത്ത് ഈ വിവാദങ്ങൾ ഉയർത്തുമ്പോൾ പോലും ഈ വിവാദങ്ങൾ താൽക്കാലികമായി മാത്രം ഉയർത്തപ്പെടുന്ന വിഷയങ്ങളാണ്. അത് ഓരോ ഘട്ടത്തിലും ആ രീതിയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ അതിന് പ്രത്യേക ഒരു മാനം തന്നെ നൽകാൻ ഈ പറയുന്നത് പോലെ തന്നെ ഈ UDF ആകട്ടെ അല്ലെങ്കിൽ NDA ആകട്ടെ അവർ ശ്രമിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. പക്ഷേ LDF-ന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വിവാദങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു,
ജനങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും LDF ക്യാമ്പിന് ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് LDF വ്യക്തമാക്കുന്നത്. മനു, ഏതായാലും ഇനിയിപ്പോൾ നാളെ ഒരു ദിവസത്തെ ഒരു കാത്തിരിപ്പ് കൂടിയാണ്. കാരണം എത്ര സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ചിത്രം നമുക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും. നാളെ കൂടിയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി ഉള്ളത്. ഈ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നപ്പോൾ വലിയ വിവാദങ്ങൾ കണ്ടു. ഇപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പത്രികയും ബന്ധപ്പെട്ട് സ്വത്ത് വിവരങ്ങളൊക്കെ മറച്ചുവെച്ചുവെന്ന വലിയ ആക്ഷേപം നിൽക്കുകയാണ്. അതിലെ തുടർ നടപടികൾ ഇനിയും അങ്ങനെ തുടരുക തന്നെ ചെയ്യുമോ നിയമ പോരാട്ടം? തീർച്ചയായും. അതായത് അവർ ഈ പരാതി LDFും UDFും പരാതി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വരണാധികാരിയെ അറിയിച്ചിരുന്നു. വരണാധികാരി അത് ആദ്യഘട്ടത്തിൽ സൂക്ഷ്മ പരിശോധനയുടെ സമയത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക പിന്നീടത്തേക്ക് മാറ്റിവെക്കാനാണ് തീരുമാനിച്ചത്. പിന്നീട് വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ അതിൽ പത്രിക തള്ളേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വരണാധികാരി കണ്ടെത്തിയത്. പക്ഷേ LDFും UDFും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ആ രീതിയിൽ കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. 200 കോടിയുടെ സ്വന്തം ആഡംബര വീടിന്റെ, അതും ആ ആഡംബര വീടിന് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് 3 ദിവസം മുൻപ് 5 ലക്ഷം രൂപ നികുതിയും ഒടുക്കിയിട്ടുണ്ട്. പക്ഷെ അതാണ് സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്താതെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിൽ തുടർന്ന് നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്കും ഈ ദിവസങ്ങളിൽ തന്നെ കടക്കുന്നതായിരിക്കും. മനു, ശരി, ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ സമഗ്രമായ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.